പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ, 2026 നോമ്പുകാല ചിന്തകളുടെ 35 ഭാഗത്തിലേക്ക് ഏവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം നോമ്പും വ്യാജ നോമ്പും എന്നതാണ്. ലെൻറ്റ് ആൻഡ് കൗണ്ടർഫീറ്റ് ലെൻറ്റ്. ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. നമ്മുടെ ചിന്താവിഷയം നോമ്പും വ്യാജ നോമ്പും, അല്ലെങ്കിൽ ലെൻറ്റ് ആൻഡ് കൗണ്ടർഫീറ്റ് ലെൻറ്റ് എന്നുള്ളതാണ്. അതിൻ്റെ സ്വാദ് ഏതാണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ഓർത്തഡോക്സ് സഭയുടെ പരിശുദ്ധ ബാവാ തിരുമേനി മാത്യൂസ് തൃതീയൻ നന്നേ പരിശ്രമിച്ചിട്ടുള്ളത് കൊണ്ട് അതിന് ഉപോത്ബലകമായ ഒരു ചെറിയ വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിനുശേഷം പതിവ് പോലെ നമ്മുടെ ധ്യാനത്തിനായി തയ്യാറാക്കിയിട്ടുള്ള നോട്ട്സ് മാത്രം കേന്ദ്രീകരിച്ച് നാം മുൻപോട്ട് പോകും. അതുകൊണ്ട് ആദ്യമായി നമുക്ക് അതിവിശുദ്ധ ബാവാ തിരുമേനിയുടെ നോമ്പിൻ്റെ നൊമ്പരം ഉൾക്കൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ചില ഏതാനും ഹ്രസ്വമായ ഭാഗങ്ങൾ, വാക്കുകൾ മാത്രം കേട്ട് മുൻപോട്ട് പോകും. മലങ്കര സഭയുടെ 34 ഭരണഘടന കൊണ്ട് ഭരിക്കപ്പെടണമെന്ന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ഒരൊറ്റ പള്ളി പോലും വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതിന് ഏതറ്റം വരെയും മരണം വരെയും ഞങ്ങൾ പോരാടുമെന്നുള്ളതിനെ ഞാൻ മലങ്കര സഭയുടെ 34 ഭരണഘടന കൊണ്ട് ഭരിക്കപ്പെടണമെന്ന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ഒരൊറ്റ പള്ളി പോലും വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതിന് ഏതറ്റം വരെയും മരണം വരെയും ഞങ്ങൾ പോരാടുമെന്നുള്ളതിനെ ഞാൻ. അപ്പോൾ ഇതാണ് നോമ്പിൻ്റെ സഭാപരമായ എരിവെന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ദൃശ്യമാണ്. ഇദ്ദേഹവും നോമ്പ് ആചരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഈ തരുണത്തിൽ അതിവിശുദ്ധ ബാവാ തിരുമേനിയുടെ കസർത്തുകൂടെ കണ്ടിട്ട് നമ്മുടെ ചിന്ത ആരംഭിക്കുന്നത് ഉചിതമാണ്. ഞാൻ നമ്മുടെ ചിന്തയ്ക്ക് ഏതാണ്ട് ഒരു ദിശാബോധം വരുത്തുന്നതിന് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ വായിക്കട്ടെ. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. നമുക്ക് ഇവിടെ പരിചയമുള്ള ഒരു ഭാഗമാകയാൽ ഞാൻ അതിൻ്റെ ഒരു അംശവും വിശദീകരിക്കുവാൻ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഇനി നമുക്കറിയാം, നമ്മുടെ ഇതുവരെയുള്ള ചിന്തകളിൽ ആവർത്തിച്ച് നാം പരിഗണിച്ച ഒരു കാര്യമാണ് യേശു മണലാരണ്യത്തിൽ പോയത് എന്തിനാണ്. അതിന് നാനാമുഖമായ അർത്ഥങ്ങളും അർത്ഥതലങ്ങളുമുണ്ട് എന്ന് നാം ഇതിനോടകം കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു വശത്തിലേക്ക് നമ്മുടെ ചിന്ത ഇപ്പോൾ തിരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. യേശു മണലാരണ്യത്തിൽ പോയത് മനുഷ്യന്റെ ജീവിത അവസ്ഥയുടെ സത്യം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ആയിരുന്നു എന്ന് നമുക്ക് ഏതാണ്ട് വ്യക്തമാണ്. അത് പ്രകൃതിയുടെ മണലാരണ്യമാണ്. പ്രകൃതിയുടെ മണലാരണ്യം, ഞാൻ ഇതിന് മുൻപ് സൂചിപ്പിച്ചതുപോലെ 2 തരത്തിലുള്ള മണലാരണ്യങ്ങളുണ്ട്. പ്രകൃതിയുടെ മണലാരണ്യങ്ങളുണ്ട്, മനുഷ്യ ജീവിതത്തിന്റെ മണലാരണ്യവുമുണ്ട്. അപ്പോൾ ഈ പ്രകൃതിയുടെ മണലാരണ്യത്തിൽ പോയാൽ മാത്രമേ മനുഷ്യ ജീവിതത്തിൽ നിൽക്കുന്ന ഈ ജീവിത മണലാരണ്യം എന്താണെന്നും ജീവിതത്തെ മണലാരണ്യമാക്കാൻ ഇടയാക്കിയ സാഹചര്യവും അതിൽ പ്രവർത്തിക്കുന്ന മർമ്മവും എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ എന്നത് നോമ്പ് കാലത്ത് നാം പ്രത്യേകമായി തിരിച്ചറിയേണ്ട
ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ്. അങ്ങനെ യേശു പ്രകൃതിയുടെ മണലാരണ്യത്തിൽ പോയി അവിടെ ഇരുന്ന് ധ്യാനിച്ചതിൽ കൂടെ സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും തട്ടത്തിൽ വസിക്കുന്ന മനുഷ്യന്റെ ജീവിതം ആത്മീകമായ മണലാരണ്യമായി തീർന്നു. അതുകൊണ്ട് തൻ്റെ ഏറ്റവും സുപ്രധാനമായ കടമ ലോകത്തിൻ്റെ വെളിച്ചമായി തീരുകയും അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് എന്ന് യേശു തിരിച്ചറിഞ്ഞതായി യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമത്രേ. അത് ഈ സമൂഹത്തിന്റെ തട്ടത്തിൽ മാത്രം തങ്ങി നിൽക്കുന്നവർക്ക് അപ്രകാരമുള്ളൊരു ബോധോദയം ഉണ്ടാകുവാൻ സാധ്യമല്ല. പ്രകൃതിയുടെ മണലാരണ്യത്തിൽ പോയി ധ്യാനിക്കുമ്പോഴാണ് സമൂഹം ഒരു മണലാരണ്യമാണെന്നും ആ മണലാരണ്യത്തിൽ മനുഷ്യ ജീവിതം പട്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണെന്നും അതിന് വിടുതൽ ലഭിക്കത്തക്കവണ്ണം ലോകത്തിന്റെ വെളിച്ചമായി പ്രവർത്തിക്കുവാൻ എല്ലാ മനുഷ്യർക്കും കടമയുണ്ട് എന്ന് തിരിച്ചറിയുവാൻ ഇടയാകുന്നത് അത് നോമ്പിന്റെ വെളിച്ചമാണ്. നോമ്പിന്റെ വെളിച്ചമാണ്. അതുകൊണ്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. പക്ഷേ പുരോഹിതന്മാർ മനുഷ്യരെ കാണുന്നത് അങ്ങനെയല്ല എന്നതിന് മുമ്പ് ഞാൻ പലതവണ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ആരെ കണ്ടാലും അവർ പാപികളാണ്, ദോഷികളാണ്, യാതൊരു നന്മയും ഇല്ലാത്തവരാണ്, നരകത്തിൽ പോകാനായി മാത്രം അവകാശമുള്ളവരാണ്. എന്നാൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള ടിക്കറ്റ് ഞങ്ങൾ തരാം, ഞങ്ങൾ പറഞ്ഞ പോലൊക്കെ നിന്നാൽ എന്ന ഒരു കാഴ്ചപ്പാടിനപ്പുറത്തേക്ക് പോകുവാൻ പുരോഹിതർക്ക് സാധ്യമല്ല. അപ്പോൾ ഇവിടെ നാം പ്രത്യേകം തിരിച്ചറിയേണ്ടത്, നാം മണലാരണ്യത്തിന്റെ അനുഭവത്തിലായി തീരേണ്ട ആവശ്യം. അതായത് ലെൻറ്റ് നോമ്പ് എന്ന് പറയുമ്പോൾ മനുഷ്യൻ സ്വയമായി സ്വതന്ത്രമായി യേശു ആയിത്തീർന്ന മണലാരണ്യത്തിന്റെ അനുഭവത്തിലേക്കായി തീരുവാൻ മനസ്സുണ്ട് എന്നതാണ് എൻ്റെ അർത്ഥം. ആ ഒരു അവസ്ഥയിൽ ആയിത്തീരുമ്പോൾ നാം സാധാരണ വച്ചു പുലർത്തുന്ന ജീവിതത്തിൽ സ്ഥിതി ചെയ്യുന്ന മണലാരണ്യം, ആത്മീകമായ മണലാരണ്യം എന്ത് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ഇടയാകണം. എന്നാൽ നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ അതുപോലെ തുടർന്നുകൊണ്ടേയിരുന്നാൽ ഇപ്പോഴുള്ള അവസ്ഥയാണ് ഏറ്റവും നല്ലത് എന്നും അത് നിലനിർത്തുന്നതാണ് മിടുക്ക് എന്നും മാത്രമേ ചിന്തിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതിന് ഉപോത്ബലകമായ 2 ഉദാഹരണങ്ങൾ സുവിശേഷങ്ങളിൽ നിന്ന് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഒന്ന്, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശു യഹൂദന്മാരുടെ പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്ന സത്യം വെളിപ്പെട്ടു വന്നു. അതുവരെ ആ സത്യം ആർക്കും അറിയാൻ വയ്യാതെ മറഞ്ഞിരുന്നതാണ്. ഈ അശുദ്ധാത്മാവ് നിറഞ്ഞ മനുഷ്യൻ വളരെ ഭക്തി ആദരവുകളോടുകൂടെ എല്ലാ ആഴ്ചയും യഹൂദന്മാരുടെ ക്രമമനുസരിച്ച് അവിടെ പള്ളിയിൽ ആരാധിച്ചുകൊണ്ടേയിരുന്നു. മറ്റാർക്കും അത് അറിയേണ്ട ആവശ്യമില്ലായിരുന്നു, അറിയാനുള്ള കഴിവുമില്ലായിരുന്നു. മറ്റാരുടെ സാന്നിധ്യത്തിലും ഈ അശുദ്ധാത്മാവ് തൻ്റെ തനി നിറം വെളിപ്പെടുത്തേണ്ട ഒരു നിർബന്ധവും ഉണ്ടായില്ല. യേശു അവിടെ കടന്നു ചെന്നപ്പോൾ മാത്രമാണ് ഈ അശുദ്ധാത്മാവിന് ശ്വാസം മുട്ടിയത് എന്ന് നമുക്കറിയാം. അവിടെ തന്നെ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ യേശു യഹൂദ മത വിശ്വാസികളായ ആളുകളുടെ അഭിമാനമായിരുന്ന യെരൂശലേം ദേവാലയം ശുദ്ധീകരിക്കുന്ന സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ദേവാലയം ശുദ്ധീകരിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ദേവാലയം അശുദ്ധമായിരിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ അവിടെ ആയിരക്കണക്കിന് ആളുകൾ ആരാധനയ്ക്ക് വന്നിട്ട് അവർ ഒരുത്തർക്ക് പോലും ബോധമുണ്ടാകേണ്ട കാര്യം നിലവിലിരിക്കുന്ന ആചാരങ്ങൾ അതുപോലെ ഭയഭക്തിയോടെ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ അതിലെന്തെങ്കിലും അപാകതയുണ്ടെന്നോ അപകടമുണ്ടെന്നോ പൈശാചികമായ മർമ്മമുണ്ടോ എന്ന് തിരിച്ചറിയുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് ആചാരത്തിൽ നിന്ന് അന്വേഷണത്തിലേക്ക് മനുഷ്യൻ പുരോഗമിക്കണമെന്ന് യേശു വളരെ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ളത്. ഇനിയും നമുക്കറിയാം, മനുഷ്യ ജീവിതത്തിൽ 2 ദർശനങ്ങൾ, വ്യത്യസ്തമായ ദർശനങ്ങൾ സാധ്യമാണ്. അല്ലെങ്കിൽ 2 വ്യത്യസ്തമായ ലക്ഷ്യത്തോടുകൂടി നമുക്ക് നമ്മുടെ താല്പര്യങ്ങളെയും ലോക സമീപനങ്ങളെയും വീക്ഷണങ്ങളെയും രൂപപ്പെടുത്താൻ സാധിക്കും. ഒന്ന്, എങ്ങനെയെങ്കിലും
ജീവൻ നിലനിർത്തി പോകണം, സർവൈവ്. എനിക്ക് എങ്ങനെയെങ്കിലും ഇഴഞ്ഞാണെങ്കിലും വലിഞ്ഞാണെങ്കിലും ജീവിക്കണം. അതിനുള്ള കാര്യം മാത്രം എന്നോട് പറഞ്ഞാൽ മതി. ബാക്കിയുള്ളത് പറഞ്ഞാൽ എൻ്റെ തലച്ചോറ് പോകുകയും എന്നെ ദയവായി ബുദ്ധിമുട്ടിക്കരുത് എന്നത് ഒരു നിലപാടും ഒരു കാഴ്ചപ്പാടും. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ് യേശു നിർദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾ സൽഗുണപൂർണരാകുവീൻ, സീക്ക് പെർഫെക്ഷൻ. ഇത് മതവും യേശുവിൻ്റെ മാർഗവും തമ്മിലുള്ള വലിയ വ്യത്യാസത്തെ സൂചിപ്പിക്കുന്നതാണ്. ലോകത്തിലുള്ള സംഘടിതമായ എല്ലാ മതങ്ങളും ക്രിസ്തു മതവും ഉൾപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴുള്ള നിലവിലുള്ള അവസ്ഥ അതുപോലെ വലിയ തടിക്ക് കോട്ടം വരാതെ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു താല്പര്യത്തിൽ മാത്രം പരുവപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് തികച്ചും അപൂർണവും അതൃപ്തി ജനിപ്പിക്കുന്നതുമാകണം എന്ന് യേശു പറയുകയാണ്. നിങ്ങൾ ഇതിൽ സംതൃപ്തരാകരുത്, ഇതിൽ നിന്ന് മുൻപോട്ട് പോകണം എന്നതാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ നടത്തിയിട്ടുള്ള പഠിപ്പീരുകളുടെയും ഉത്ബോധനങ്ങളുടെയും ആദ്യം മുതൽ അവസാനം വരെയുള്ള വലിയ ലക്ഷ്യം എന്ന സുവിശേഷം അല്പം ശ്രദ്ധയോടെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ വെളിപ്പെട്ടു വരുന്നതാണ്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. പ്രകാരം സൽഗുണപൂർണത അന്വേഷിക്കുമ്പോൾ നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ, അതായത് സ്റ്റേറ്റസ് കോ എന്ന് പറയും, അതിനെ അതിജീവിക്കേണ്ട ആവശ്യമുണ്ടെന്ന് മനസ്സിലാകും. നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ മാത്രം അള്ളിപ്പിടിച്ചിരുന്നിട്ട് സൽഗുണപൂർണത അന്വേഷിക്കാൻ സാധിക്കുകയില്ല എന്ന് പിഞ്ച് ശിശുക്കൾക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ക്രിസ്ത്യാനിയുടെ മൂളയിൽ ഇത് പതിക്കുന്നില്ല എന്നത് വളരെ നിരാശാജനകമാണ്. അപ്പോൾ യേശുവിൻ്റെ വ്യക്തിത്വത്തെ നാം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അതിലുള്ള ഒരു പ്രത്യേകമായ താല്പര്യം നിലവിലിരിക്കുന്ന അവസ്ഥയെ അതിജീവിക്കുക ഓരോ വ്യക്തിയുടെയും ആത്മീകമായ കടമയാണ്. ഇറ്റ് ഇസ് എ സ്പിരിച്വൽ ഡ്യൂട്ടി ഓഫ് എവറി ബിലീവർ ടു ഔട്ട്ഗ്രോ ദ സ്റ്റേറ്റസ് ക്വോ. ഈ ഒരു മർമ്മമില്ലാതെ യേശുവിൻ്റെ പഠിപ്പീരുകളെയോ യേശുവിൻ്റെ ആത്മീയ ദർശനത്തെയോ അതിൻ്റെ അർത്ഥത്തിൽ ആത്മാവിൽ മനസ്സിലാക്കാൻ സാധ്യമല്ല. എന്നാൽ യേശുവിൻ്റെ ഈ അടിസ്ഥാനപരമായ സുപ്രധാനമായ എല്ലാറ്റിനെയും നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന മർമ്മം പാരമ്പര്യ മതത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അത് ദൈവദൂഷണമാണ് എന്ന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സോ റിലീജിയസ് ഓർത്തഡോക്സി സീസ് ദിസ് ആസ് ബ്ലാസ്ഫമി. നമുക്കറിയാം യേശുവിനെതിരെ അന്നത്തെ മത നേതാക്കന്മാർ ഉന്നയിച്ച ആരോപണം അവൻ ദൈവദൂഷണം പറയുന്നവനാണ് എന്നതാണ്. അതിൻ്റെ പൊരുളാണ് ഞാനിപ്പോൾ വളരെ ഹ്രസ്വമായി ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നാം വ്യക്തിപരമായും വിശ്വാസ സമൂഹമായും നിർവഹിക്കേണ്ട കടമ എന്താണ് എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സൽഗുണപൂർണത അന്വേഷിപ്പീൻ, സീക്ക് പെർഫെക്ഷൻ. അതുകൊണ്ട് സഭ എന്നാൽ എന്താണ് എന്നതിൻ്റെ നിർവചനവും അവിടെയുണ്ട്. ചർച്ച് ഈസ് എ ബോഡി ഓഫ് പീപ്പിൾ ഹു സീക്ക് പെർഫെക്ഷൻ. സൽഗുണപൂർണത ആത്മാവിലും സത്യത്തിലും അന്വേഷിക്കുന്ന ആളുകളുടെ പരസ്പരമായ കൂട്ടായ്മയാണ് സഭയായി നാം മനസ്സിലാക്കേണ്ടത്. പക്ഷേ ആ ഒരു വെളിച്ചത്തിൽ അല്ലെങ്കിൽ അർത്ഥത്തിലല്ല സഭയെ നാം മനസ്സിലാക്കുന്നത്. നിയമപരമായി പ്രവർത്തിക്കുന്ന അധികാര ശ്രേണി നിലനിൽക്കുന്ന പുരോഹിത മേൽക്കോയ്മയിൽ മാത്രം അള്ളിപ്പിടിച്ചിരിക്കുന്ന ഭൗതികമായ സമ്പത്ത് എന്ന് പറയുന്ന ഊർജം കൊണ്ട് ഓടുന്ന ഒരു വണ്ടിയാണ് സഭ എന്ന നിലയിൽ മാത്രമേ നാം സഭയെ അറിഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ കെടുതികളാണ് നാം ഇപ്പോൾ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് എന്ന് ദയവായി ഈ നോമ്പ് കാലത്ത് മനസ്സിലാക്കുവാൻ ധൈര്യം കാണിക്കണമെന്ന് ഏവരോടും ഞാൻ അപേക്ഷിച്ചുകൊള്ളുന്നു. യേശു എന്തുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ സൽഗുണപൂർണരാകുകയും നിങ്ങൾ യു സീക്ക് പെർഫെക്ഷൻ? അതിൻ്റെ കാരണം ഇതാണ്. നമുക്കറിയാം യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നിന്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ആ ദൈവഹിതം സമ്പൂർണതയുടെ വെളിപ്പെടുത്തലാണ്. ആ പൂർണ്ണതയെ ഈ ലോകത്തിൽ നടപ്പാക്കാൻ ആർക്കെങ്കിലും സാധിക്കണമെങ്കിൽ അവർ സൽഗുണപൂർണതയുള്ളവരായിരിക്കണം. അല്ലാത്തവർക്ക് ദൈവഹിതം എന്ന് തിരിച്ചറിയുവാനോ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ ലാക്കാക്കി പ്രവർത്തിക്കുവാനോ സാധ്യമല്ല.
അതുകൊണ്ട് ഈ നോമ്പിലെ നമ്മുടെ പ്രാർത്ഥന കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയായിരിക്കട്ടെ. നിന്റെ ഹിതം സ്വർഗത്തിൽ നടപ്പാകുന്നത് പോലെ ഈ ലോകത്തിൽ നടപ്പാക്കപ്പെടുവാൻ തക്കവണ്ണം പ്രവർത്തിക്കുവാൻ യോഗ്യമായ ഒരു ആത്മീയമായ വ്യക്തിത്വം എനിക്ക് നൽകണമേ എന്നതായിരിക്കട്ടെ ഈ നോമ്പ് കാലത്തെ നമ്മുടെ പ്രാർത്ഥന. അപ്പൊ അങ്ങനെ ആത്മാർത്ഥമായി ആവേശത്തോടു കൂടെ സൽഗുണപൂർണ്ണതയ്ക്ക് വേണ്ടി നാം മുന്നോട്ട് ഗമിക്കുമ്പോൾ, നാം അന്വേഷിക്കുമ്പോൾ നാം ലോകത്തിന്റെ വെളിച്ചമായി തീരുന്നു. അല്ലാതെ വേറൊരു വിധത്തിൽ നമുക്ക് ലോകത്തിന്റെ വെളിച്ചമായി തീരുവാൻ സാധ്യമല്ല. ആരെങ്കിലും പറയുകയാണ്, എന്നെ കന്യമാസം 12-ാം തീയതി ഞാൻ ഹൃദയം കർത്താവിന് കൊടുത്തു, അന്ന് തൊട്ട് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്നൊക്കെ പറഞ്ഞാൽ വെറും പൊട്ടത്തരമാണ്. പറയുന്നത് എന്താണ് അറിയാൻ വയ്യാതെ ജൽപ്പിക്കുകയാണ്. അപ്പൊ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയമായ കടമ സൽഗുണപൂർണ്ണത്തെ അന്വേഷിക്കുകയും സ്വായത്തമാക്കുകയുമാണ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഈ ആലസ്യം പൂണ്ട് യാതൊരു ഗുണവും മണവുമില്ലാതെ കാരം പോയ ഉപ്പ് പോലെ ഇരിക്കുന്ന അവസ്ഥയുടെ പേരാണ് പാപം എന്നുള്ളത്. ആ അവസ്ഥയിൽ മെത്രാനാണെങ്കിലും കത്തനാരാണെങ്കിലും വിശ്വാസിയാണെങ്കിലും പാപത്തിൽ തന്നെയാണ് വസിക്കുന്നത്. അതുകൊണ്ടാണ് താലന്തുകളുടെ ഉപമയിൽ യാതൊരു വിധത്തിലും അധ്വാനിക്കാതെ അവനെ ഏൽപ്പിച്ച താലന്ത് കൊണ്ട് കുഴിച്ചിട്ട ആ ഭൃത്യനെ വളരെ കർശനമായ ഭാഷയിൽ യജമാനൻ വിമർശിക്കുന്നത്. അതുകൊണ്ട് ഒരു വിധത്തിലും ആത്മീയമായ മേഖലയിൽ ഈ 2ാം കിട 3ാം കിട തിരുമറികൾ ഒരു വിധത്തിലും സ്വീകാര്യമാണെന്ന് ആരും ധരിക്കരുത്. ഒരു മൊണ്ണകൾക്ക് ഇരുന്നുറങ്ങാനുള്ള ഇടമല്ല ആരാധന എന്ന് ദയവായി മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് സംബന്ധമായി വളരെ പ്രസക്തമായ 2 വെളിപ്പെടുത്തലുകൾ യേശുവിൻ്റെ മണലാരണ്യ അനുഭവത്തിലുള്ളത് ഈ തരുണത്തിൽ നമുക്ക് ഹ്രസ്വമായി ഒന്ന് ഓർത്തെടുക്കാം. ഒന്ന്, നമുക്കറിയാം ഈ 3 പരീക്ഷകൾ യേശു അഭിമുഖീകരിക്കുമ്പോൾ അതിൽ ഓരോന്നിലും സാത്താൻ ഒരു മർമ്മം ഉൾപ്പെടുത്തിയാണ് ഈ പരീക്ഷകൾ ആവിഷ്കരിക്കുന്നതും അവതരിക്കുന്നതും. യേശുവിനോട് അവനായിരിക്കുന്ന അവസ്ഥയുടെ ഒരംശം മാത്രം അവൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അതിനോട് നീ ദൈവത്തിൻ്റെ മകൻ എന്ന നിലയിൽ പ്രതികരിക്കുക. ഉദാഹരണമായിട്ട് നിനക്ക് നന്നേ വിശക്കുന്നുണ്ട്, 40 ദിവസവും ഒന്നും കഴിച്ചില്ല, പാവം, അതുകൊണ്ട് നിനക്ക് ഏതായാലും വലിയ കഴിവൊക്കെ ഉണ്ട്, നീ ദൈവത്തിൻ്റെ പുത്രനാണ്, ഈ കല്ല് അപ്പമാക്കി വേറെ നിറച്ച് കഴിച്ചു എന്ന് പറയുമ്പോൾ ആ ഒരു സാധ്യതയിൽ കൂടെ യേശുവിൻ്റെ ചിന്താഗതി മുഴുവനും വിശാലമായ ജീവിത ദർശനത്തെ മറന്നിട്ട് കല്ലുകളിൽ മാത്രം കേന്ദ്രീകരിച്ച് അവനെ അതിൽ കൂടെ അടിമയാക്കാനുള്ള ശ്രമമാണ്, അവനെ വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നതെന്ന് അറിയാം. അത് മനസ്സിലാക്കിയിട്ട് യേശു എന്ത് പറയുന്നു? സാത്താൻ വരച്ചു കാട്ടുന്ന ആ ഒരു ചെറിയ സാധ്യതയ്ക്ക് അപ്പുറത്ത് പോയി ചിന്തിക്കുവാൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കണം എന്ന് യേശു പ്രതികരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്: സാത്താൻ യേശുവിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന ആ ഒരു ജീവിത സാധ്യതയിൽ അപ്പം 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 മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിനും അവിടെ ഇടമില്ല. അങ്ങനെയുള്ള വളരെ ഇടുങ്ങിയ ഒരു ദർശനം അല്ലെങ്കിൽ സാധ്യത സാത്താൻ യേശുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതിനപ്പുറത്ത് പോയി ചിന്തിക്കുവാൻ, അതിനാണ് ഞാൻ ബട്ട് ഓൾസോ പ്രിൻസിപ്പിൾ എന്നിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം കൊണ്ട് മാത്രമല്ല പിന്നെയോ, കൊണ്ട് മാത്രമല്ല പിന്നെയോ. ഇത് ക്രിസ്തീയ മാതാപിതാക്കന്മാർ മാത്രമല്ല, എല്ലാ മാതാപിതാക്കന്മാരും അവരുടെ മക്കളെ പറഞ്ഞ് ബോധവൽക്കരിക്കേണ്ടതാണ്. കാരണം നമ്മുടെ മക്കൾ സ്കൂളുകളും കോളേജിലൊക്കെ ചെല്ലുമ്പോൾ അവിടെയുള്ള ചില മൊണ്ണകളെ പൊട്ടന്മാർ അവിടെ മക്കളോട് പറയും, ആ കള്ള് കുടിക്കുന്നതാണ് നല്ലത്, ലഹരി മരുന്ന് കഴിക്കുന്നത് നല്ലതാണ്, ലഹരി മരുന്ന് കഴിച്ചാൽ നീ കണ്ട് വലിയ ഒരവസ്ഥയിൽ എത്തിച്ചേരുമെന്ന് പറയുമ്പോൾ അവരുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്ന പരീക്ഷയെ അതിജീവിക്കാൻ അവർക്ക് സാധിക്കണമെങ്കിൽ അതിനപ്പുറത്ത് ചിന്തിക്കാനുള്ള ഒരു പരിശീലനം അവർക്ക് ആവശ്യമല്ലേ? അപ്പം കൊണ്ട് മാത്രം ജീവിക്കാമെന്ന് പറയുമ്പോൾ അല്ല, അതിനപ്പുറത്തും എനിക്ക് ആവശ്യമുണ്ട്, ഞാൻ മനുഷ്യനായതുകൊണ്ട് അപ്പം മാത്രം പോരാ. ഇപ്പം ലഹരി പദാർത്ഥം കഴിച്ചാൽ നീയാണ് വലിയ സംഭവമായി തീരുമെന്ന് നിങ്ങളുടെ മക്കളോട് ആരെങ്കിലും പറഞ്ഞാൽ, അല്ല ഞാനതിനപ്പുറത്ത് ചിന്തിക്കാൻ പരിശീലിപ്പിക്കപ്പെട്ട വ്യക്തിയാണ്, നീ പറയുന്നത് മണ്ടത്തരമാണെന്ന്
തിരിച്ച് ഒന്ന് ഒരു നിലപാടെടുക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ മാതാപിതാക്കളായ നാം അവരെ വളർത്തിയതിൽ പരാജയപ്പെട്ടു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അത്രമാത്രം പ്രാവർത്തിക പ്രാധാന്യമുള്ളൊരു മർമ്മമാണ് ഈ മണലാരണ്യ അനുഭവത്തിൽ കൂടെ വെളിപ്പെട്ടു വരുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ശരീരത്തെ നിലനിർത്തുവാനായിട്ട് അപ്പം ആവശ്യമാണ്. പക്ഷേ ജീവിതത്തിൻ്റെ സാധ്യതകളുടെ പൂർണ്ണത പ്രാപിപ്പാൻ അപ്പം നമുക്ക് പരിപൂർണമായി സഹായിക്കുകയില്ല. ജീവൻ നിലനിർത്താൻ അപ്പം ആവശ്യമാണ്. പക്ഷേ സമൃദ്ധമായ ജീവൻ പ്രാപിക്കണമെങ്കിൽ അപ്പം ആവശ്യമുള്ളതുപോലെ അതിനപ്പുറത്തും ചില കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ നോമ്പിൽ ഉൾക്കൊള്ളിക്കുവാൻ നാം കൂട്ടാക്കാത്തത് കൊണ്ടാണ് നോമ്പുകൾ വരുന്നു പോകുന്നുവെങ്കിലും നമ്മുടെ ജീവിതത്തിലോ കാഴ്ചപ്പാടിലോ യാതൊരു വ്യത്യാസവുമില്ലാതെ ശങ്കരൻ പിന്നെയും തെങ്ങിൽ എന്ന പോലെ നാം എപ്പോഴും കഴിഞ്ഞു പോകും. രണ്ടാമതായി മണലാരണ്യ അനുഭവത്തിൽ കൂടെ യേശു തിരിച്ചറിഞ്ഞൊരു കാര്യം, നാം ഏത് കാലഘട്ടത്തിലോ ഏത് സമൂഹത്തിൽ ജീവിച്ചാലും അതിൽ നിലനിൽക്കുന്ന അവസ്ഥകൾ, സംവിധാനങ്ങൾ, സാമൂഹ്യവും മതപരവുമായ സംവിധാനങ്ങൾ, റിലീജിയസ് ആൻഡ് സോഷ്യൽ സിസ്റ്റംസ്, അതിനെ അതിജീവിക്കേണ്ട ആവശ്യം ഓരോ വിശ്വാസിക്കുമുണ്ട്. അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാത്തിനെയും പുച്ഛിക്കണമെന്നോ എല്ലാം സാത്താനാണെന്ന് പറയണമെന്നോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ലോകത്തിൽ മനുഷ്യനിർമ്മിതമായ എല്ലാം വളരെ പരിമിതപ്പെട്ടതാണ്. അതിൽ പൂർണ്ണമായി തങ്ങി നിൽക്കുന്നവർ അടിമകളായി പോകും എന്നത് ഒരു പ്രാവർത്തികമായ മർമ്മമാണ്. അതുകൊണ്ട് വളർച്ച ആകാംക്ഷിക്കുന്ന ആളുകൾ, വളരാൻ താല്പര്യമുള്ള ആളുകൾ, അതായത് പൂർണ്ണ സമൃദ്ധമായ ജീവൻ പ്രാപിപ്പാൻ താല്പര്യമുള്ള ആളുകൾ നിലവിലിരിക്കുന്ന അവസ്ഥകളെയും വ്യവസ്ഥിതികളെയും അതിജീവിക്കാൻ അവർക്ക് കടമയുണ്ട് എന്ന് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. മനുഷ്യനിർമ്മിതമായ ഒരു സംവിധാനത്തിനും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പൂർണ്ണത ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല എന്ന് പ്രത്യേകമായി ഊന്നി പറയേണ്ട ആവശ്യമില്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യേശു നിക്കോദെമോസിനോട് സംസാരിക്കുമ്പോൾ അവനോട് പറയുന്നത്, ആത്മാവ് കാറ്റ് പോലെയാണ്, അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടെ പോകുന്നെന്നോ ആരും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നതല്ല ദൈവികമായ മർമ്മങ്ങളൊന്നും. അതുകൊണ്ട് മനുഷ്യൻ അവൻ്റെ പരിമിതമായ കഴിവുകളും ലക്ഷ്യങ്ങളും മാത്രം കേന്ദ്രീകരിച്ച് നിർമ്മിച്ച് സ്ഥാപിച്ചിട്ടുള്ള ഈ വ്യവസ്ഥിതികളെ അതിജീവിക്കാതെ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മോട് തന്നെ നീതി പാലിപ്പാൻ സാധ്യമല്ല. പിന്നെ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ അറിയുവാനോ ആരാധിപ്പാനോ സാധ്യമല്ല. പിന്നെ നാം ആരാധിക്കുന്നത് ബിംബങ്ങളെ ആയിരിക്കും. അതുകൊണ്ട് നാം അറിയാതെ തന്നെ നാം എല്ലാവരും ബിംബാരാധകരാണ്. എൻ്റെ മുമ്പുള്ള ഒരു വീഡിയോയിൽ സാമുവൽ ടൈലർ കോൾജിൻ്റെ എയ്ഡ്സ് ടു റിഫ്ലക്ഷൻ എന്ന പുസ്തകത്തിൽ നിന്ന് ഒരു വാചകം പങ്കിട്ടത് ഓർക്കുമല്ലോ. സത്യത്തെക്കാൾ ഏറെ ക്രിസ്തുമതത്തെ സ്നേഹിക്കുന്നവർ ക്രിസ്തുമതത്തെക്കാൾ ഏറെ അവരവരുടെ സഭകളെ സ്നേഹിക്കുകയും ആ സ്നേഹം സ്വാർത്ഥതയുടെ മാത്രം സ്നേഹമായി അവർ അവരെ എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കും. അങ്ങനെയുള്ളവർക്ക് സത്യം അറിയുവാനോ സൽഗുണപൂർണത പ്രാപിപ്പാനോ ആവശ്യമുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരികയല്ലാതെ അതിനോട് യോജിപ്പാനോ അപ്രകാരം ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ സാധ്യമാകുകയില്ല എന്ന് ആംഗലേയ കവിയായ സാമുവൽ ടൈലർ കോൾറിഡ്ജ് തൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഞാൻ മുൻപ് അല്പം വിശദീകരിച്ച് പങ്കിട്ടിട്ടുള്ളതാകയാൽ ഞാൻ ഈ തരുണത്തിൽ വിശദീകരിക്കാതെ മുൻപോട്ട് പോവുകയാണ്. അതുകൊണ്ട് നാം കൃത്യമായി അറിയേണ്ട ഒരു കാര്യം, ലോകത്തിൽ ക്രിസ്തു മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുമ്പോൾ ഒരു സഭയ്ക്കും ദൈവഹിതത്തിൻ്റെ പൂർണ്ണത ഉൾക്കൊള്ളുവാൻ, ദൈവ വെളിച്ചത്തിൻ്റെ പൂർണ്ണത ഉൾക്കൊള്ളുവാൻ, ദൈവ അസ്തിത്വത്തിൻ്റെ പൂർണ്ണത ഉൾക്കൊള്ളുവാൻ സാധ്യമല്ല. ഓരോ സഭയും വളരെ ഭാഗികമായി മാത്രം അറിയുന്നു. പക്ഷേ അവരുടെ ഭാഗികമായ അറിവ് അജ്ഞതയുടെ അറിവാകയാൽ അവരുടെ അറിവിൻ്റെ പരിമിതി തിരിച്ചറിയുവാനുള്ള വിവേകം അവർക്കില്ലാത്തത് കൊണ്ട് തങ്ങൾ പറയുന്നത് മാത്രമാണ് സത്യമെന്നും ബാക്കി ആരെങ്കിലും ഞങ്ങൾ പറയുന്നത് അല്പം വ്യത്യസ്തമായി പറഞ്ഞാൽ അവർ ദൈവദൂഷണം പറയുന്നവരാണ്, അവരെ കൊല്ലണം എന്നും ഉള്ള നിലപാടെടുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ബാബായുടെ ഈ ആന ചിഹ്നം വിളിക്കുന്നത് പോലെയുള്ള പ്രസംഗം നിങ്ങളെ ആദ്യം കാട്ടിയത്.
അദ്ദേഹം പറയുന്നതിനപ്പുറത്ത് ഇപ്പുറത്ത് ഒന്നും ഉണ്ടാകാൻ സാധ്യമല്ല. കാരണം അങ്ങനെയുള്ള പൊട്ടത്തരം ഉപയോഗിച്ച് മാത്രമേ ഈ സങ്കുചിതമായ ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കിയിട്ട് സർവ്വലോകത്തെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവം ഞാൻ വരയ്ക്കുന്ന ഈ ചെറിയ കളത്തിൽ കിടന്ന് തത്തിക്കളിക്കുകയാണ് എന്ന മൗഢ്യം വളരെ അന്തസ്സോടെ വിളമ്പാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ നാം കരയണമോ ചിരിക്കണമോ എന്ന് നിങ്ങൾ ദയവായി തീരുമാനിക്കും. അതുകൊണ്ട് നാം നമ്മുടെ ഓരോ സഭയിലും ഓരോ പള്ളിയിലും വളരെ ഭക്തി ആദരവുകളോടെ ആദരിക്കുന്നത് യേശുവിനെ അല്ല, യേശുവിൻ്റെ പേരിൽ നാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില ബിംബങ്ങളെയാണ്. അതുകൊണ്ടാണ് 900 സഭകൾക്ക് ഓരോന്നിനും വ്യത്യസ്തമായ യേശുക്കൾ ഉള്ളത്. ഇത് വളരെ അപഹാസ്യമായ ഒരവസ്ഥയാണ് എന്ന് നാം തിരിച്ചറിയത്തിൻ്റെ കാര്യം. നാം നമ്മുടെ പള്ളിയുടെ ഉള്ളിൽ മാത്രം തങ്ങിക്കിടക്കുന്നത് പൊട്ടക്കിണറ്റിലെ തവള പോലെ കിടന്ന ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. സത്യം അറിയാനുള്ള ഒരു സ്വാതന്ത്ര്യവും നമുക്കില്ല. അതുകൊണ്ട് നമുക്ക് മണ്ഡലാരണ്യത്തിലേക്ക് അല്പം ഒന്ന് യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ ലാക്ക് വെച്ചുകൊണ്ടാണ് ഞാൻ 2026 നോമ്പ് ചിന്തകൾ ക്രമീകരിച്ചിട്ടുള്ളത് എന്ന ഈ സമയത്ത് ഞാനൊന്ന് വെളിപ്പെടുത്തട്ടെ. മൂന്നാമതായി മണ്ഡലാരണ്യ അനുഭവത്തിൽ കൂടെ യേശു തിരിച്ചറിഞ്ഞൊരു കാര്യം, എല്ലാ സംവിധാനങ്ങൾക്കും അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതെന്താണ്? ഞാനാണ് ദൈവം, സംവിധാനമാണ് ദൈവം. അത് ഏറ്റവും കൂടുതൽ നാം കാണുന്ന കത്തോലിക്ക സഭയിലാണ്. കത്തോലിക്കരോട് ചോദിച്ചാൽ സഭയാണ് ദൈവം എന്ന് പറഞ്ഞാൽ സഭയിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. നാളിതുവരെയും കത്തോലിക്ക സഭ പറഞ്ഞുകൊണ്ടിരുന്ന വലിയ വലിയ പൊട്ടത്തരമാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ സഭയിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ. യേശുവിൽ വിശ്വസിച്ചാൽ ഒക്കത്തില്ല, ഞങ്ങളുടെ സഭയിൽ വിശ്വസിക്കണം. അപ്പോൾ യേശുവിൻ്റെ സ്ഥാനത്ത് സഭയെ കൊണ്ട് സ്ഥാപിക്കുന്ന ഈ ഒരു പ്രവൃത്തി, ഈ ഒരു മനോഭാവം ബിംബാരാധനയാണോ അല്ലയോ എന്ന് കത്തോലിക്കരായ എൻ്റെ സഹോദരി സഹോദരങ്ങൾ ഒന്ന് പരിഗണിക്കണമെന്ന എളിയ അഭ്യർത്ഥന ഈ ഉള്ളവനുണ്ട്. ഇത് കത്തോലിക്ക സഭയുടെ മാത്രം പ്രശ്നമല്ല, അതിൽ നമുക്ക് കൂടുതൽ സ്പഷ്ടമായത് കാണുന്നു, യാതൊരു സംശയമില്ല. എങ്കിലും ഇപ്പോൾ സർക്കാരാണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും വേണ്ട ഒരു ചെറിയ സംഘടനയാണെങ്കിൽ പോലും ഞാനാണ്, എനിക്ക് അപ്പുറത്ത് ആരുമില്ല എന്ന അഹങ്കാരത്തിൽ കൂടെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് അങ്ങനെയാണ് മറ്റുള്ളവരെ അടിമകളാക്കുന്നതിൻ്റെ അവകാശമാണ് എന്ന പൈശാചികമായ ഒരു ധാരണ ഇതിൻ്റെ കസേലയിരിക്കുന്ന ആളുകളുടെ ഉള്ളിൽ ജനിച്ചു വരുന്നത്. ഇത് പുരോഹിത വർഗത്തിൽ നന്നേ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന അനുഭവത്തിൽ കൂടെ നിങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും തിരിച്ചറിയാവുന്നതാണ്. പക്ഷെ നിങ്ങൾ അതിനെപ്പറ്റി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മതം സംഘടിതമായ രൂപത്തിലായിത്തീരുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് റിലിജിയൻ, അതിൽ തീർച്ചയായും പുരോഹിതവർഗം ഉണ്ടാകും. ആ പുരോഹിതവർഗം അവർ അധികാരം കൈയാളുന്ന നിമിഷം മുതൽ സത്യമായതിനെ മാറ്റിവെക്കുകയും അതിൻ്റെ ഇടത്ത് വ്യാജമായത് നിർമ്മിച്ച് സ്ഥാപിക്കുകയും ചെയ്യും. അതിൻ്റെ ഉത്തമ ഉദാഹരണം അവർ തന്നെയാണ്. ഇപ്പോൾ ക്രിസ്തീയ മതത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പുരോഹിതൻ ആട്ടിടയനാണ്. പാവം യേശു പറഞ്ഞു പോയി, ഞാൻ നല്ല ഇടയനാണ്, ഞങ്ങൾ യേശുവിൻ്റെ അനുയായികളാണ്, യേശുവിൽ നിന്ന് ഞങ്ങൾ ചില ചുമതലകൾ ഏറ്റെടുത്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളാണിപ്പോൾ നിങ്ങളുടെ ഇടയന്മാർ. ഒരു തിരുവനന്തപുരത്തെ ഒരു പുരോഹിതനോട് പറഞ്ഞു, നീ എൻ്റെ ആടാണെങ്കിൽ എൻ്റെ ആടിനെ പോലെ നടക്കാൻ പഠിക്കണം എന്നോട് പറഞ്ഞു. ആ മഹാന്റെ പേരാണ് റെവറൻഡ് C.Y. തോമസ് അവറുകൾ. നീ എൻ്റെ ആടാണ്, എൻ്റെ ആടിനെ പോലെ നടക്കാൻ പഠിക്കണമെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. ഞാൻ അന്ന് തൊട്ട് ആടിനെ പോലെ അമറാനും പുഴുവിടാൻ ശ്രമിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതെൻ്റെ മണ്ടത്തരമായിരിക്കാം. ഏതായാലും പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരാണ്? ആട്ടിടയനാണ്. കാരണം യേശു എന്ന് പറയുന്ന നല്ല ഇടയൻ. അപ്പോൾ യേശു ഇവിടെ കിടക്കുന്നു, പുരോഹിതനോടെ കിടക്കുന്നു. പക്ഷേ ഇത് അബദ്ധമാണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി ഒരു പുരോഹിതന്റെ ഉള്ളിൽ ജനിക്കുകയല്ല. ജനിച്ചെന്നുള്ള എന്നെ നാണിച്ചോട് രക്ഷപ്പെട്ടേനെ. കാരണം മതത്തിൽ സ്ഥിതി ചെയ്യുന്നതെല്ലാം വ്യാജമാണ്, കൗണ്ടർഫീറ്റാണ്. തങ്ങൾ വിശ്വാസ സമൂഹത്തിൻ്റെ ഇടയന്മാരാണെന്ന് അവകാശപ്പെടുന്ന പുരോഹിതന്മാർ എന്തിനാണ് ഈ വസ്ത്രം ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്നത്? നിങ്ങൾ
ഏതെങ്കിലും ഒരു ആട്ടിടയനെ ഈ പുരോഹിത വർഗത്തിൽ, ഈ പുരോഹിത വേഷത്തിൽ കണ്ടിട്ടുണ്ടോ? ഈ വേഷം ഇട്ടുകൊണ്ട് ഒരു ആട്ടിടയൻ ആടിനടുത്ത് പോയാൽ ആട് വിരളി പൂണ്ട് ഓടി എവിടെങ്കിലും രക്ഷപ്പെടും. എന്തിനാണ് ഈ നാടകം? എന്നാൽ നിങ്ങൾ മറ്റാരുമല്ല, ഞങ്ങൾ ഇടയന്മാർ തന്നെയാണ്. അജപാലക ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടയന്റെ വേല എന്ന് പറഞ്ഞാൽ അത്ര സ്റ്റൈല് പോരാ, ഗുമ്മില്ല. അതുകൊണ്ടാണ് പറയുന്നത് അജപാല ശുശ്രൂഷ എന്ന് പറയുന്നത്. കാരണം യേശു നല്ല ഇടയനാണ്. അപ്പം ഇത് വ്യാജമാണ്, ഇത് കൗണ്ടർഫിറ്റ് ആണെന്ന് തിരിച്ചറിയുന്നവർ സത്യത്തോട് അല്പമെങ്കിലും അടുത്തു വരും എന്നാണ് എനിക്ക് പറയാറുള്ളത്. അതുപോലെ യേശു തൻ്റെ ശിഷ്യന്മാരുമായി അന്തിമ ആചാരം കഴിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഞായറാഴ്ച തോറും സക്രമന്ത് കാണിക്കുന്നു. ഇതും വ്യാജമാണ് എന്ന് ധൈര്യമുള്ളവർ തിരിച്ചറിയും. കാരണം യേശു ആചരിച്ചതും നമ്മൾ സഭയിൽ ആചരിക്കുന്ന തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ, എന്തെങ്കിലും അർത്ഥത്തിലോ അതിൻ്റെ രൂപത്തിലോ അതിൻ്റെ ലക്ഷ്യത്തിലോ എന്തെങ്കിലും അടുപ്പമുണ്ടോ, ദയവായി ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ സഭകളിലൊക്കെ സുവിശേഷം പ്രസംഗിക്കുന്നു. നമ്മുടെ സഭകളിൽ പ്രഘോഷിക്കപ്പെടുന്ന സുവിശേഷമാണോ? ആരുടെ സുവിശേഷമാണ്? ഏതർത്ഥത്തിൽ ഇത് സുവിശേഷമാണ്? അതുകൊണ്ട് പൊതുവായി പറഞ്ഞാൽ മതമെന്ന് പറഞ്ഞാൽ ഈ വ്യാജമായ കാര്യങ്ങൾ, സബ്സ്റ്റിറ്റ്യൂട്ട്സ്, കൗണ്ടർഫീറ്റ്സ്, അതിൻ്റെ ഒരു പ്രദർശന രംഗമാണ്. റിലിജിയൻ ഈസ് എ ഗാലറി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഇത് മനസ്സിലാക്കാൻ നല്ല ഒരു ഉദാഹരണം പഴയ നിയമത്തിലുണ്ടെന്ന് നമുക്കറിയാം. പുറപ്പാട് പുസ്തകത്തിൽ ജനം അഹരോട് എന്ന് പറയുന്നു, നീ ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഇതിൻ്റെ അർത്ഥം ഇതാണ്, മതത്തിൽ മനുഷ്യൻ ഉണ്ടാക്കുന്ന ദൈവത്തെ മാത്രമേ നിങ്ങൾ പ്രതീക്ഷിക്കാവൂ. അതുകൊണ്ട് അഹരോൻ അവൻ്റെ ഭാവന അനുസരിച്ച്, അവൻ്റെ കരവിരുതനുസരിച്ച് ഒരു കാളക്കുട്ടി ഉണ്ടാക്കി കൊടുത്തു. അതിനെ ദൈവമായി അംഗീകരിക്കാൻ എല്ലാവരും തയ്യാറായി എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ വലിയ താക്കീത് നമുക്ക് ആവശ്യമുണ്ടോ? അപ്പോൾ തീർച്ചയായും മതം, സംഘടിതമായ മതം മനുഷ്യൻ്റെ പരിമിതികൾക്ക് ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നതും പരിമിതി കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്നതുമാണ് ദയവായി മനസ്സിലാക്കുക. എന്നാൽ ഇങ്ങനെ സ്വന്തം സ്വർണം കൊടുത്ത് അഹ്റോനെ കൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കിയാലൊരു ഗുണം, ഈ കാളക്കുട്ടി നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണമെന്നോ സഹോദരനെ അയൽക്കാരനെ കരുതണമെന്നോ നീതിയുടെ പാതയിൽ നടക്കണമെന്നോ ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കണമെന്നോ ഒന്നും പറയില്ല. നിങ്ങൾക്ക് പറയേണ്ടതൊക്കെ അങ്ങോട്ട് പറയാം, ഇങ്ങോട്ടൊന്നും പറയില്ല. അങ്ങനെയുള്ളൊരു വലിയ ആശ്വാസം ഈ കാളക്കുട്ടിയിൽ നിന്ന് കിട്ടും. അത് ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ സാധ്യമല്ലാത്തത് കൊണ്ട് മതത്തിൻ്റെ മേഖലയിൽ മനുഷ്യർ ദൈവത്തെക്കാൾ കാളക്കുട്ടികളെയാണ് താല്പര്യപ്പെടുന്നത് എന്ന വെളിപ്പെടുത്തലാണ് വേദപുസ്തകത്തിൻ്റെ 2-ാം പുസ്തകമായ പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് നാം ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ നോമ്പ് എന്ന് പറയുന്നത് മനുഷ്യന് അവൻ്റെ പരിമിതി കൊണ്ട് എപ്പോഴും താല്പര്യപ്പെടുന്ന ഈ കുറുക്കു വഴികൾ, ഷോർട്ട് കട്ട്സ്. യേശു പണ്ടരാണ്ടത്തിൽ പോയത് യാതൊരു കുറുക്കു വഴിയുമില്ലാത്ത അവസ്ഥയിൽ സത്യത്തോട് വ്യക്തിപരമായ ബന്ധം പുലർത്താനാണ്. മരുഭൂമിയിൽ എന്ത് കുറുക്കു വഴിയാണുള്ളത്? വഴി പോലുമില്ല, പിന്നാട്ട് കുറുക്കു വഴി. അത് നമുക്കറിയാം. ലോകത്തിൽ 2 സമീപനങ്ങൾ സാധ്യമാണ്. ഒന്ന് കുറുക്കു വഴി, അത് യേശു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായി മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ വായിച്ചത്. വിശാലമായ വഴി, ഇടുങ്ങിയ വഴി. ഇത് നാം ഏത് തിരഞ്ഞെടുക്കും? നോമ്പെന്നുള്ളത് ഇടുങ്ങിയ വഴി തിരഞ്ഞെടുക്കുന്ന ആ ഒരു കാഴ്ചപ്പാടും അത് സംബന്ധമായ അച്ചടക്കവുമാണെന്ന കാര്യം മറന്നിട്ടാണ് നാം സഭകൾ നിഷ്കർഷിക്കുന്ന പോലെ ഇപ്പോൾ നോമ്പ് ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. എത്രയോ വിശാലമായ വഴിയാണ്. 40 ദിവസം മീൻ കഴിക്കാതിരിക്കുക, ഇറച്ചി കഴിക്കാതിരിക്കുക, മുട്ട പൊട്ടിക്കാതിരിക്കുക, പാല് മൊന്താതിരിക്കുക, അതോടുകൂടെ എല്ലാം ശരിയാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരാണ് കുറുക്കു വഴി, കുറുക്കൻ്റെ വഴി, കുറുക്കു വഴി. അതേസമയം നീ വീണ്ടും ജനിക്കണം, നീ ഒരു പുതിയ സൃഷ്ടിയായി തീരണം എന്ന് പറയുമ്പോൾ അത് വളരെ ദൈർഘ്യമുള്ള വഴിയാണ്. അത് ഞങ്ങൾക്ക് വേണ്ട സാറേ, അത് വേറെ എല്ലായിടത്തും അത് പള്ളിയിൽ പോയി പറയാൻ പറയും. അപ്പൊ ഇതാണ് നമ്മുടെ അവസ്ഥ. അത് നമ്മുടെ ഭക്തി ആദരവുകളോടുകൂടെ ഇതാ നോമ്പ് ആചരിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ, ആത്മീയമായ സത്യങ്ങൾ ഉൾക്കൊള്ളുവാൻ വിശാലതയുള്ള നോമ്പ് ആചരിക്കാൻ നമുക്കിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം അതുകൊണ്ട് ഈ നോമ്പ് ആചരണത്തിൽ കൂടെ നാം തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യം, കുറുക്കു വഴികൾ ഉപേക്ഷിച്ച് യേശു ആകുന്ന വഴി
യേശുവിൻ്റെ മാർഗം കുറുക്കു വഴിയല്ലെന്ന് പ്രത്യേകമായിട്ട് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് കുരിശിൻ്റെ വഴിയാണ്. കുറുക്കു വഴിയുടെ നേരെ ഘടക വിരുദ്ധമാണ് കുരിശിൻ്റെ വഴി. ആ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ നാം നമ്മുടെ വ്യക്തിത്വത്തിൽ അസൂയാവഹമായ അത്ഭുതാവഹമായ വളർച്ച പ്രാപിക്കുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അതോടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ദൈവത്തിൻ്റെ മുമ്പിൽ പോയി തെണ്ടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വലിയ വലിയ വളർച്ച പ്രാപിക്കുകയും എല്ലാം പ്രാപിപ്പാനുള്ള യോഗ്യത ആ വളർച്ചയിൽ കൂടെ ന്യായമായും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. പിന്നെ ഒന്നിനു വേണ്ടിയും യാചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മതപരമായ തെണ്ടികളാകരുത്, പിന്നെയോ ലോകത്തിന്റെ വെളിച്ചമായി തീരത്തക്കവണ്ണം നിങ്ങൾ വളരുവിൻ. അതാണ് നോമ്പിന്റെ സുവിശേഷം എന്ന് മനസ്സിലാക്കുക. ഇനിയും സുവിശേഷത്തിന്റെ ഹൃദയഭാഗം എന്താണ്? അത് തീർച്ചയായും ഒരു വെളിപ്പെടുത്തലാണ്. ദർ ഈസ് നോ സിസ്റ്റം, നോ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ക്യാൻ സേവ് യു. നിങ്ങളെ രക്ഷിക്കാൻ, നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വിടുതലും ആശ്വാസവും പകരുവാൻ, നിങ്ങളെ യഥാർത്ഥത്തിൽ നിങ്ങളാകുവാൻ സഹായിക്കാൻ ലോകത്തിൽ ഒരു സംവിധാനവുമില്ല, ഒരു സ്ഥാപനവുമില്ല. അത് ലോകത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും സ്ഥാപനങ്ങളും അവരുടെ താല്പര്യത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുന്നതാകയാൽ അവരെ നമ്പുന്നവർ അടിമകളായിത്തീരും. അത് നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവവും അവസ്ഥയുമാണ്. നാം ആരെയെങ്കിലും ആശ്രയിച്ച് ജീവിച്ചാൽ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ആധികാരികത പ്രാപിപ്പാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയും നാം എപ്പോഴും അപകർഷതാ ബോധത്തിൽ മാത്രം കഴിയുകയും ചെയ്യും. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, അപ്രകാരം നിങ്ങൾ വളരണം എന്ന് പറയുന്ന ഒരു സംവിധാനവും ഒരു സ്ഥാപനവും ഈ ഭൂമിയുടെ മുകളിലില്ല. സഭകൾ പോലും നിങ്ങളോടത് പറയാറില്ല. അത് പറയുന്നത് യേശു മാത്രമാണ് എന്ന് ദയവായി ഓർത്തിരിക്കുക. അപ്പം അതുകൊണ്ട് നമുക്കറിയാം, യേശു പഴയ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് മുൻപോട്ട് പോകുവാനുള്ള ആവശ്യം മനസ്സിലാക്കി. Why did Jesus feel the necessity to go beyond the Old Testament? അത് സൽഗുണപൂർണത പ്രാപിക്കണമെങ്കിൽ ഈ പഴയ നിയമത്തെ ആശ്രയിച്ച് നിന്നാൽ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയിട്ടല്ലേ. അതുകൊണ്ട് തന്നെ നാം നമ്മോട് ചോദിക്കണം, does Jesus expect us to go beyond the New Testament? Why not? അങ്ങനെ യേശു വിഭാവന ചെയ്തില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുവീൻ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ഞാൻ പറഞ്ഞത് മാത്രം കേട്ടിരുന്നുകൊള്ളുവീൻ എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയല്ല യേശു പറഞ്ഞത്, നിങ്ങൾ അന്വേഷിപ്പീൻ കണ്ടെത്തും, അന്വേഷിപ്പീൻ കണ്ടെത്തും എന്ന് മാത്രവുമല്ല, പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയെ പറ്റി പറയുമ്പോൾ പരിശുദ്ധാത്മാ നിങ്ങളിൽ വരികയും അവൻ തന്നെ സകല സത്യത്തിലേക്കും വഴി നടത്തും. ഞാൻ വെളിപ്പെടുത്താത്ത അനേക സത്യങ്ങളുണ്ട്, അതിലേക്ക് നിങ്ങളെ വഴി നടത്തുന്നതിന് വേണ്ടിയാണ് കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ ഞാൻ അയക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ നാം പുതിയ നിയമത്തിനും അതീതമായ അതിൻ്റെ ഉൾക്കാഴ്ചകൾക്കും അതീതമായി വളരേണ്ട കലാകാരങ്ങളിൽ വളരേണ്ട ആവശ്യമുണ്ടെന്ന് തന്നെയാണ് യേശു അവിടെ ഉദ്ദേശിക്കുന്നത് എന്നതിനെപ്പറ്റി യാതൊരു സംശയത്തിനും ഇടമില്ല. നാം അതുകൊണ്ട് വേദപുസ്തകത്തെ എപ്രകാരമാണ് ഉപയോഗിക്കുന്നത്? നമുക്കറിയാം, 119 സങ്കീർത്തനത്തിന് 105 വാക്യത്തിൽ, നിന്റെ വചനം എൻ്റെ കാലിന് ദീപം, എൻ്റെ പാതയ്ക്ക് പ്രകാശം. പക്ഷെ നാം അങ്ങനെയല്ല. വേദപുസ്തകം നമുക്കൊരു ബിംബമാണ്, ഒരു ഐഡലാണ്. അത് വളരെ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടാണ് നാം ഉപയോഗിക്കുന്നത്. കപട ഭക്തിയിലാണ് അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിലാണ് നാം കൈകാര്യം ചെയ്യുന്നത്. മൂക്കിപ്പനി വന്നാൽ ഉടനെ വേദപുസ്തകത്തിലെ ഒരു വാക്യം വായിച്ചാൽ, അല്ലെങ്കിൽ വേദപുസ്തകം തലയുടെ അടുത്ത് വെച്ച് കിടന്നുറങ്ങിയാൽ എന്തെങ്കിലും കിട്ടും. ഇങ്ങനെയുള്ള നികൃഷ്ടമായ ബാലിശമായ ചിന്തകൾക്കപ്പുറത്ത് കാലിന് ദീപം പാതയ്ക്ക് പ്രകാശം എന്ന വിധത്തിൽ വചനത്തോട് ബന്ധം പുലർത്തുവാൻ ആരൊക്കെ കൂട്ടാക്കുന്നു എന്നത് ഓരോരുത്തരും അവരോട് തന്നെ ചോദിച്ച് അറിഞ്ഞുകൊള്ളട്ടെ. So if the Bible as a whole is God inspired, nothing in it can become irrelevant. നാം ഇപ്പോൾ ഇവാഞ്ചലിക്കൽസും കരിസ്മാറ്റിക്സും അങ്ങനെയുള്ള ബന്ധക്കോസ്തുകാരൊക്കെ പറയുന്ന ഓരോ വാക്കും ദൈവം വെളിപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിയാതെയാണ് ഈ പറയുന്നത്. ഇപ്പോൾ അബ്രഹാം ഹാഗാറിനെ പരിഗ്രഹിച്ചു, അത് ദൈവം പറഞ്ഞിട്ടാണ്, അത് സാറായുടെ അല്പത്തരം കൊണ്ട് സംഭവിച്ചതാണ്. ഇപ്പൊ യേശു ഒരു യഹൂദനെ പോലെ സർക്കംസിഷൻ, അഗ്രചർമ്മം
പരിച്ഛേദന സഹിച്ചു. ക്രിസ്ത്യാനികളത് ചെയ്യണോ? യേശു മോശയുടെ പഠിപ്പീരുകളെ ഒന്ന് മാറ്റി എഴുതി. പഴയ നിയമം പരിശുദ്ധാത്മാവിനാൽ മാത്രം എഴുതിയ ദൈവവചനമാണ് എങ്കിൽ അത് മറികടന്ന പുതിയ ദർശനത്തിലേക്ക് വരുവാൻ മനുഷ്യന് ആവശ്യമുണ്ടെന്ന് യേശു ഒരിക്കലും പറയുമായിരുന്നില്ല. അപ്പോൾ യേശു പഴയ നിയമത്തിനപ്പുറത്ത് അന്വേഷിച്ചത് കൊണ്ടാണ് പുതിയ നിയമത്തിന്റെ ദർശനം ഉണ്ടായത്, നമുക്ക് ക്രിസ്ത്യാനികളാണ് എന്ന് ചിന്തിക്കാൻ പോലും ഇടയായത്. എന്നിരിക്കെ നാം ഒരിക്കലും അന്വേഷിക്കരുത് എന്ന ധാരണയിൽ നമ്മെ അടിമത്വത്തിന്റെ അവസ്ഥയിലാക്കി വച്ചിരിക്കുന്ന ഈ ഒരു ദുരവസ്ഥ മനസ്സിലാക്കാൻ ഈ 2026 ആണ്ടിലെ നോമ്പ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഇനിയും അനേകമായ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിയെങ്കിലും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ്. നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ ഇപ്രകാരം മാത്രം ഹൃദയത്തിൽ കുറിച്ചു വെക്കാം. 2 തരത്തിലുള്ള നോമ്പുകളുണ്ട്. സത്യത്തിന്റെ നോമ്പുണ്ട്, വ്യാജ നോമ്പുണ്ട്. നാം ഇപ്പോൾ അറിയുന്നത് യേശുവിൻ്റെ പഠിപ്പീരുകളുടെയും വ്യക്തിത്വത്തിൻ്റെയും വെളിച്ചത്തിൽ സത്യസന്ധമായി പരിഗണിച്ചാൽ വ്യാജ നോമ്പാണ് എന്നും, സത്യത്തിൻ്റെ നോമ്പ് ആചരിക്കുന്നവർക്ക് അതിൻ്റെതായ ആത്മീകമായ അർത്ഥവും വീര്യവും അനുഭവപ്പെടുവാൻ സാധിക്കുമെന്നുമുള്ളത് ഈ പകൽ വെളിച്ചം പോലെ സ്പഷ്ടമാണ്, വിശ്വസിക്കാൻ യോഗ്യമാണ്. അപ്രകാരമുള്ള ഒരു അനുഭവത്തിലേക്ക് ആയിത്തീരുവാൻ ഈ വ്യാജ നോമ്പിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് സത്യത്തിൻ്റെയും ആത്മാവിൻ്റെയും നോമ്പിലേക്ക് യേശു കടന്നു ചെന്നതുപോലെ നമുക്കുമായിത്തീരുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.